ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നോമ്പിലെ 40-ാം വെള്ളിയാഴ്ച നാം ആചരിച്ചു. നമ്മുടെ കർത്താവ് പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുൻപായി 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചതിനെ ധ്യാനിച്ച് നാമും 40 ദിവസം ഉപവാസത്തിലും പ്രാർത്ഥനയിലും ആയിരുന്നു. 40 ദിവസത്തെ ഉപവാസത്തിന് ശേഷം ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ പരീക്ഷിക്കാനായി സാത്താൻ വന്നുവെങ്കിൽ ദൈവസൃഷ്ടികളായ നമ്മെയും പരീക്ഷിക്കാൻ അവൻ വരും. നമ്മുടെ മനസ്സിൻ്റെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും അറിഞ്ഞ് അവൻ അപ്പവും സുഖസൗകര്യങ്ങളും വെച്ചു നീട്ടും. അത് ലഭിക്കാനായി അവൻ്റെ കുറുക്കുവഴികളും അവൻ കാണിച്ചു തരും. സ്ഥാനമാനങ്ങൾ കാണിച്ച് എല്ലാ അധികാരങ്ങളും കൈപ്പിടിയിൽ ഒതുക്കി മറ്റുള്ളവരെ തൻ്റെ വാക്കുകൾ അനുസരിപ്പിക്കുകയും തിരുവായ്ക്ക് എതിർവായി ഇല്ലാത്ത നേതാക്കന്മാരാക്കാൻ നമ്മെ പ്രലോഭിപ്പിക്കും. സുഖസൗകര്യങ്ങളും ആർഭാട ജീവിതവും അവൻ വാഗ്ദാനം ചെയ്യും. അതിനു പകരമായി അവൻ ആവശ്യപ്പെടുന്നത് ആരും അറിയാതെ തെറ്റുകൾ ചെയ്യുന്ന തങ്ങളുടെ മേലാളന്മാർക്ക് ഒത്താശ നൽകുവാനോ അവർക്ക് ഓശാന പാടാനോ അല്ലെങ്കിൽ അവരിൽ ഒരാളാവാനോ മാത്രം. പലപ്പോഴും നിന്റെ വിശ്വാസത്തെയും നിന്റെ വചനജ്ഞാനത്തെയും സാത്താൻ നിനക്കെതിരെ ഉപയോഗിക്കാം. നീ വിശ്വസിക്കുന്ന നിന്റെ ദൈവം നിനക്ക് നിന്റെ ബുദ്ധിമുട്ടുകളിൽ നിന്ന്, സങ്കടങ്ങളിൽ നിന്ന്, ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ തന്ന വഴിയാണ് എന്ന് പറഞ്ഞ് സാത്താൻ തൻ്റെ വഴികളെ നിനക്ക് കാണിച്ചു തരും. 40 ദിവസത്തെ നോമ്പിനും ഉപവാസത്തിനു ശേഷം വിശുദ്ധവാരത്തിലേക്ക് കടക്കുമ്പോൾ ഈ പ്രലോഭനങ്ങളെക്കുറിച്ചുള്ള ഉത്തമ ബോധ്യത്തോടെ ദൈവപുത്രനെ പരീക്ഷിച്ചവൻ നമ്മെ പരീക്ഷിക്കാൻ തീർച്ചയായും ശ്രമിക്കുമെന്ന അറിവോടെ ദൈവത്തിലും ദൈവവചനത്തിലും വിശ്വസിച്ച് പിശാചിനോട് എതിർത്ത് നിൽക്കാം. നമ്മുടെ രക്ഷിതാവായ കർത്താവിനോടും അവൻ്റെ കുരിശിനോടും അടുത്തു ചെല്ലാം. ദൈവവചനം നമ്മുടെ ആയുധമാക്കാം. തീർച്ചയായും സാത്താൻ നമ്മെ വിട്ടുപോകും. അതിനായി ദൈവം നമ്മെ ശക്തീകരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ.